ഹായ് മക്കളെ, 10ാം ക്ലാസ്സിലെ മറ്റൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ A+ ട്യൂഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഒരു പേടി സ്വപ്നമാണ് ജോഗ്രഫി എന്ന ഭാഗം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട്. നമുക്കറിയാം, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ 2 ബുക്കുകൾ കൂടി ചേർന്നതാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഹിസ്റ്ററി ബുക്കും മറ്റൊന്ന് ജോഗ്രഫി ബുക്കും. ഹിസ്റ്ററി പാർട്ടിൽ നിന്ന്, അതായത് ഹിസ്റ്ററി ആ ഒരു ബുക്കിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതേപോലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും 40 മാർക്കിന്റെ ചോദ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വരുന്ന പരീക്ഷയ്ക്ക് 40ൽ 40 മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ നമ്മള് വാങ്ങിച്ചു തരും. അതിനുവേണ്ടി എന്റെ എല്ലാ മക്കളും A+ ട്യൂഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ബുക്കിലെ ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ആ പാഠഭാഗമാണ്. അതിലെ മൺസൂൺ കാലാവസ്ഥ മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ച് പഠിച്ചു, മിതോഷ്ണ കാലാവസ്ഥാ മേഖലയെ കുറിച്ച് പഠിച്ചു അല്ലെ, മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ അല്ലെ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. അതായത് മൺസൂൺ കാലാവസ്ഥാ മേഖല അഥവാ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. എന്തൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്റെ എല്ലാ മക്കളും ഈ വീഡിയോ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് 40ൽ 40 മാർക്ക് ജോഗ്രഫിയിൽ നമ്മൾ വാങ്ങിത്തരും. നിങ്ങളുടെ കൂടെ അനിൽ മാഷുമുണ്ട്, A+ ട്യൂഷൻ സെന്ററുമുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ കാലാവസ്ഥാ മേഖലയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് ഈ മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ? അതായത് കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളെ നമ്മൾ എന്ത് പേര് പറയുന്നു? മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നു. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മൺസൂൺ കാറ്റുകളാണ് ഉള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുമുണ്ട്, രണ്ടാമത്തതോ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. ക്ലിയർ ആയല്ലോ എന്റെ മക്കളെ? അതായത് തൊട്ട് താഴത്തെ പോയിന്റ് എല്ലാവരും നോക്കിയേ. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. എന്താ അവിടെ പറയുന്നത്? ഒന്നുകൂടി ശ്രദ്ധിക്ക്. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റിന്റെ പേരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. രണ്ടാമത്തെ എന്താണ്? ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നു, ഗതിമാറ്റം സംഭവിക്കുന്നു. ആ കാറ്റിനെ പറയുന്ന പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. ഈ കാറ്റുകൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മേഖലകൾക്ക്, അതായത് ഈ ഒരു മേഖലകൾക്ക് മൺസൂൺ കാലാവസ്ഥ മേഖല അല്ലെങ്കിൽ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേര് വന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ മേഖലക്ക് മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന പേര് വരാൻ കാരണം ഈ മേഖലയിൽ മൺസൂൺ കാറ്റുകൾക്ക് ഈ മേഖലയിൽ മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയായതുകൊണ്ട് ഇതിനെ നമുക്ക് മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറഞ്ഞാൽ? അതായത് ഈ മേഖലയിൽ മൺസൂൺ കാറ്റുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ളത് കൊണ്ട്, മൺസൂൺ കാറ്റുകളുടെ സ്വാധീനമുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ എന്ത് പേര് പറയുന്നു? മൺസൂൺ കാലാവസ്ഥ മേഖല അഥവാ ഇംഗ്ലീഷില് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡിയല്ലേ?
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ ഹിയർ. ശ്രദ്ധിക്കുക, എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ? മൺസൂൺസ് ആർ ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താ പറഞ്ഞ മാഷി? മൺസൂൺസ് ആർ ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. വൈ ഇൻ ദിസ് റീജിയൻ ഓൾസോ നോൺ ആസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? എന്തുകൊണ്ടാണ് ഈ പ്രദേശം മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? കാരണം എന്താ കാരണം? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മൺസൂൺ winds in this region is known as മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. എന്തുകൊണ്ടാ പേര് വന്നത്? ഈ പ്രദേശത്ത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മൺസൂൺ വിൻഡ്, മൺസൂൺ വിൻഡിന്റെ സ്വാധീനം ഗണ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയ്ക്ക് എന്ത് പേര് വന്നു? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേര് വന്നു, അല്ലെ? ദി റീജിയൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മൺസൂൺ winds ഈസ് കോൾഡ് ദി മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നമ്മൾ എന്ത് പേര് പറഞ്ഞു? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേര് വന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള മൺസൂൺ ഉണ്ട്. ഒന്നാമത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, രണ്ടാമത്തേതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എപ്പോഴാണ് വീശുന്നത്? സമ്മർ സീസണിൽ, ഡ്യൂറിംഗ് ദി സമ്മർ സീസൺ, അല്ലെ? അതേപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എപ്പോഴാണ് വീശുന്നത്? ഡ്യൂറിംഗ് ദി വിന്റർ സീസൺ എന്നും കൂടി എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കാം, എവിടെയൊക്കെയാണ് ഈ മൺസൂൺ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കിയത്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി. ഇനി എവിടെയൊക്കെയാണ് ഈ മൺസൂൺ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ശ്രദ്ധിക്കുക, അവിടെ എന്ത് ചെയ്യുക? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ലിയർ ആക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അതാണ് ഒന്നാമത്തെ സ്ഥലം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില്, അല്ലെ? അവിടെ നോക്കിയേ, ആ വേൾഡ് മാപ്പിലാരും നോക്കിയേ, വേൾഡ് മാപ്പ് നോക്കിയേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് എന്ത് ചെയ്യുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ. മൂന്നാമത്തതോ വടക്കൻ ഓസ്ട്രേലിയ, വടക്കൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ നോർത്തേൺ ഓസ്ട്രേലിയയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തതോ ദക്ഷിണ ചൈനയിൽ, ദക്ഷിണ ചൈനയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ 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 മധ്യ അമേരിക്ക, മധ്യ അമേരിക്ക, മധ്യ അമേരിക്ക, മധ്യ അമേരിക്കയില്, അതായത് ഈ ഒരു പോർഷൻ മധ്യ അമേരിക്കയില് നമ്മുടെ മധ്യ അമേരിക്കയിലും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ മഡഗാസ്കർ ദ്വീപിലും എന്തനുഭവപ്പെടുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേതാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, രണ്ടാമത്തേതാ തെക്ക് കിഴക്കൻ ഏഷ്യ, മൂന്നാമത്തെ വടക്കൻ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗം, നാലാമത്തേതാ ദക്ഷിണ ചൈന, അഞ്ചാമത്തതോ മധ്യ അമേരിക്ക, ആറാമത്തതോ മഡഗാസ്കർ ദ്വീപ്. ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മൺസൂൺ കാറ്റുകൾക്ക് സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ നമ്മൾ എന്ത് പേര് പറയാം? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. ഏതൊക്കെ പ്രദേശങ്ങളാണ് മൺസൂൺ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നോക്കിയേ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നോർത്തേൺ ഓസ്ട്രേലിയ, സദേൺ ചൈന, മഡഗാസ്കർ ആൻഡ് സെൻട്രൽ അമേരിക്ക. ഇത്രയും സ്ഥലങ്ങളാണ് അനുഭവപ്പെടുന്നത് എന്നും കൂടി നിങ്ങൾ ക്ലിയർ ആക്കാം. നോക്കിയേ, നോക്കിയേ, ഇവിടെ പ്രത്യേകിച്ച് ആ മാപ്പിൽ പറയുന്നുണ്ട്, അല്ലെ? ആ മാപ്പിൽ പറയുന്നത് നോക്കിയതാ, ഓസ്ട്രേലിയരെ ഏത് ഭാഗത്താണ്? അല്ലെ? ഈ നോർത്തേൺ പോർഷനിൽ, ഈ ഒരു പോർഷനിലാണ് എന്തനുഭവപ്പെടുന്നത്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥ സ്വാധീനമുള്ള പ്രദേശം. അടുത്തതോ മഡഗാസ്കർ ദ്വീപ്, ഇതാണ് മഡഗാസ്കർ ദ്വീപ്. പിന്നെയോ നോക്കിയേ, ഇന്ത്യയുടെ പല ഭാഗത്തും എന്തുണ്ട്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയോ ദക്ഷിണ ചൈന ഭാഗത്ത്, അല്ലെ? ദക്ഷിണ ചൈനയിൽ എന്തുണ്ട്? ഇവിടെ ദക്ഷിണ ചൈന, ഒരു മിനിറ്റ് മക്കളെ, ദക്ഷിണ ചൈന ഭാഗത്തും, അല്ലെ, എന്തനുഭവപ്പെടുന്നുണ്ട്? ഈ ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ സെൻട്രൽ അമേരിക്ക, ഞാൻ നേരത്തോട് വരച്ചിട്ടുണ്ട്, സെൻട്രൽ അമേരിക്ക, ഈ ഭാഗത്തൊക്കെ
നമ്മുടെ മൺസൂൺ കാറ്റുകള് നല്ല സ്വാധീനമുള്ള മൺസൂൺ കാറ്റുകൾക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈ മേഖലയെല്ലാം ഏതിലാ വരുന്നത്? മൺസൂൺ കാലാവസ്ഥ മേഖലയിലാണ് വരുന്നത് എന്നും കൂടി എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? കൺഫ്യൂഷൻ മാറിയല്ലോ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിക്കുക. മാഷ് കുറച്ച് ഇങ്ങോട്ടാക്കി തരാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫാൾ. മൺസൂൺ മഴയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ഘടകം എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് മൺസൂൺ മഴയുടെ ലഭ്യതയെ അല്ലെങ്കിൽ അതിന്റെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. 3 മാർക്കിന്റെ ചോദ്യത്തിനോ 2 മാർക്കിന്റെ ചോദ്യത്തിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് മക്കളെ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫാൾ, അല്ലെങ്കിൽ മൺസൂൺ മഴയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഒന്നാമത്തെയാണ് ഫിസിയോഗ്രാഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി. ഇതാണ് മൺസൂൺ മഴയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം, ഫിസിയോഗ്രാഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി. രണ്ടാമത്തെയോ ഡയറക്ഷൻ ഓഫ് വിൻഡ് അഥവാ കാറ്റിന്റെ ദിശ. മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ശ്രദ്ധിക്കുന്ന മക്കളാ. നോക്കി എന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഡിസ്റ്റൻസ് ഫ്രം ദി കോസ്റ്റ്, തീരപ്രദേശത്ത് നിന്നുള്ള അകലം. ഈ 3 ഘടകങ്ങളാണ് മക്കളെ മൺസൂൺ മഴയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിന് പരീക്ഷ ഇങ്ങനെ ചോദിക്കും, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് influencing the distribution of monsoon rainfall? There are mainly 3 factors. ഏതൊക്കെയാണ്? ഫിസിയോഗ്രാഫി, ഡയറക്ഷൻ ഓഫ് വിൻഡ്, then distance from the coast. മലയാളത്തിലാണെങ്കിൽ ഭൂപ്രകൃതി, കാറ്റിന്റെ ദിശ, അതേപോലെ തീരപ്രദേശത്ത് നിന്നുള്ള അകലം. ഇവിടെ ശ്രദ്ധിക്കുക 1 മിനിറ്റ്. കാറ്റിന്റെ ദിശ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് എന്റെ മക്കൾ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് 3 ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏത് ഭാഗം ഒന്ന് നോക്കിയേ. ഏത് ഭാഗത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചേ. ഇനി ഇവിടുത്തെ കാലാവസ്ഥ, ക്ലൈമറ്റ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നോക്കി എന്റെ മക്കള്, ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിന്റർ. എങ്ങനെ ഇവിടെ അനുഭവപ്പെടുന്നത്? അതായത് ദൈർഘ്യം കൂടിയതും ആർദ്രവുമായ വേനൽക്കാലവും. സമ്മർ സീസൺ എന്ന് വെച്ചാൽ വേനൽക്കാലം. ഒന്നുകൂടി പറയാം നമുക്ക്. ദൈർഘ്യം കൂടിയതും ആർദ്രവുമായ വേനൽക്കാലവും അതേപോലെ വരണ്ടതും ദൈർഘ്യം കുറഞ്ഞത് ശൈത്യകാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ദീർഘവും ആർദ്രവുമായ വേനൽക്കാലം, ഹ്രസ്വമായ ശൈത്യകാലം ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിന്റർ. എന്താ ഒന്നുകൂടി പറഞ്ഞേ? എന്താ മാഷ് പറഞ്ഞത്? കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ദൈർഘ്യം കൂടിയതും അതേപോലെ ആർദ്രവുമായ വേനൽക്കാലം. ശൈത്യകാലത്തിന്റെ പ്രത്യേകത എങ്ങനെയാ? ഹ്രസ്വമായതും വരണ്ടതുമായ ശൈത്യകാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി മറ്റൊരു പോയിന്റ് നോക്കി. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ്, ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് വെരി ലോ ഇൻ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് വെരി ഹൈ ഇൻ ദി ഇന്റീരിയേഴ്സ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? കോസ്റ്റൽ ഏരിയയിൽ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ലോ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്റീരിയർ പാർട്ടിലാണെങ്കിൽ, വളരെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹൈ ആണ്. എന്താ ഇവിടെ പറഞ്ഞ മലയാളത്തിൽ നമുക്ക് നോക്കാം. ദൈനിക താപാന്തരം തീരപ്രദേശത്ത് കുറവും എന്നാൽ ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഈ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു ദിവസം തന്നെ മാക്സിമം ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന സമയം ഉണ്ടാവും, മിനിമം ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന സമയം ഉണ്ടാവും. എന്റെ മക്കൾക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടാകുമ്പോൾ നമുക്ക് രാവിലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറ്റ് ചൂടാണോ നമുക്ക് ഉച്ചക്ക് അനുഭവപ്പെടുന്ന ചൂടായിരിക്കോ വൈകുന്നേരം അനുഭവപ്പെടുക?
വൈകുന്നേരം അനുഭവപ്പെടുന്ന ചൂടായിരിക്കും കുറച്ചും കൂടി സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടാവുന്നത്? അല്ല, ഓരോ സമയത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം, ഒരു ദിവസം തന്നെ കൂടിയ ചൂടും അനുഭവപ്പെടുന്നുണ്ട്, കുറഞ്ഞ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അതന്നെ പെർ ഡേ മാക്സിമം ടെമ്പറേച്ചറും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, മിനിമം ടെമ്പറേച്ചറും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും ഒരു ദിവസം തന്നെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ്, വ്യത്യാസത്തെ പറയുന്ന പേരാണ് ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? ദി ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മീൻസ് ദി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ആൻഡ് ദി മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. അതിന്റെ മലയാളമാണ് ദൈനിക താപാന്തരം. എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ? ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് ദൈനിക താപാന്തരം. ഇങ്ങനെയുള്ള ദൈനിക താപാന്തരം ഈ മൺസൂൺ കാലാവസ്ഥ മേഖലയിലെ തീരപ്രദേശങ്ങളിലാണെങ്കിൽ വളരെ കുറവാണ്. എന്നാൽ വളരെ ഉള്ളിലോട്ട് അകന്നു നിൽക്കുന്ന തീരപ്രദേശത്ത് നിന്നും വളരെ അകന്നു നിൽക്കുന്ന പ്രദേശത്തോ നമ്മുടെ ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? റെഡി അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിൽ നോക്കാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഡിപ്പെൻഡിങ് ഓൺ ദി ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിയോഗ്രാഫി, direction of wind and distance from the coast, rainfall distribution also varies in the monsoon region. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലെ അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ മഴയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ 3 ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. എന്താ നാലാമത്തെ പോയിന്റ് വെച്ചാൽ, ഈ പ്രദേശത്ത് 50 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്, അതേപോലെ 1000 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. എപ്പോഴും റെയിൻഫാൾ അല്ലെങ്കിൽ മഴ നമ്മൾ പറയുമ്പോൾ സെന്റിമീറ്ററിലാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, the regions with as little as 50 centimeter of rainfall to areas receiving over 1000 centimeter of annual rainfall can be found in this region. മൺസൂൺ കാലാവസ്ഥ മേഖല നമ്മൾ എടുത്താൽ 50 താഴെ, അതായത് 50 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്, അതേപോലെ 1000 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. അതും കൂടി എന്റെ പ്രിയപ്പെട്ട മക്കള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? റെഡി അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, മലയാളത്തിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മലയാളത്തിൽ കുറച്ച് താഴെ വെച്ചത് എന്താണ്? മൺസൂൺ കാലാവസ്ഥ മേഖലയിലെ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണ് നോക്കിയേ. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പോയിന്റോ, ശൈത്യകാലം എങ്ങനെയാണ്? വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ മൂന്നാമത്തെ പോയിന്റോ, തീരപ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം എന്നാണ് മക്കളെ വേണ്ടത്. തീരപ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമായിരിക്കും എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡിയല്ലേ? അപ്പൊ കാലാവസ്ഥ എങ്ങനെയുള്ള കാലാവസ്ഥയാണ് മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ അനുഭവപ്പെടുന്നത്? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം, ഹ്രസ്വവും വരണ്ടതുമായ ശൈത്യകാലം, അതേപോലെ തീരപ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം കുറവ്, അതേപോലെ തീരപ്രദേശങ്ങളിൽ നിന്ന് വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ദൈനിക താപാന്തരം കൂടുതലുമാണ്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ തീർന്നല്ലോ? കൺഫ്യൂഷൻ തീർക്കണമേ. ആ പാട്ട് പാടേണ്ടി വരും ഇപ്പോ. അപ്പൊ കൺഫ്യൂഷൻ തീർന്നു എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡാണ് സസ്യജാലങ്ങൾ. എന്താണ്? സസ്യജാലങ്ങൾ. ശ്രദ്ധിക്കുക, സസ്യജാലങ്ങൾ. അതായത് മൺസൂൺ കാലാവസ്ഥ മേഖലയിലെ സസ്യജാലങ്ങൾ, എങ്ങനെയുള്ള സസ്യജാലങ്ങളാണ് അവിടെ കാണപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഈ മേഖലയിൽ പൊതുവെ ഏത് തരത്തിലുള്ളതാണ് കാണുന്നത്? നോക്കിയേ എന്റെ മക്കൾ, നോക്കിയേ. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു.
ഈ മേഖലയില് ഏതൊക്കെയാ കാണപ്പെടുന്നത്? ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളുമാണ് കാണപ്പെടുന്നത്. അടുത്ത പോയിന്റോ, മൺസൂൺ മേഖലയിലെ വനങ്ങളെ അഥവാ മൺസൂൺ വനങ്ങളെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നും പറയുന്നു. ഈ മൺസൂൺ വനങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന്, അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. നേരെ തിരിച്ചും പറയാം, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ മൺസൂൺ വനങ്ങൾ എന്നും പറയുന്നു. ഇങ്ങനെയും നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? ഇമ്പോർട്ടന്റ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്നാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം മൺസൂൺ ഏരിയയിൽ പല രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത്. അതിനനുസരിച്ച് പലതരത്തിലുള്ള സസ്യങ്ങൾ ഇടകലർന്ന് അവിടെ കാണപ്പെടുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ അവർ ശ്രദ്ധിക്കുക. നോക്കിയേ, എന്താണ് അവിടുത്തെ വെജിറ്റേഷൻസ് എങ്ങനെയാ? സസ്യജാലങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് വെജിറ്റേഷൻ എന്ന് പറയാം. ഞങ്ങളുടെ വെജിറ്റേഷൻ അവിടെ വരുന്നത് നോക്കാം. എവർഗ്രീൻ ആൻഡ് ഡിസിഡിയസ് ട്രീസ് ആർ ജനറലി ഫൗണ്ട് ഹിയർ. എവർഗ്രീൻ ആൻഡ് ഡിസിഡിയസ് ട്രീസ് ആർ ജനറലി ഫൗണ്ട് ഹിയർ. പിന്നെ എന്താ പറയുന്നത്? ദി മൺസൂൺ ഫോറസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്. മൺസൂൺ ഫോറസ്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പഠിച്ചത്? ഹാവ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഡിപെൻഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ റിസീവ്ഡ്. അപ്പോ 3 പോയിന്റ് നമ്മൾ ഇവിടെ പഠിച്ചു. എന്താ ഒന്നാമത്തെ പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് ആണ് എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ട്രീസ് ആർ ജനറലി ഫൗണ്ട് ഹിയർ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദി മൺസൂൺ ഫോറസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ആണ് എങ്കിൽ ആ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നോക്കിയേ, ആ പോയിന്റ് ഒന്ന് നോക്കിയേ. ആ പോയിന്റ് ഒന്ന് എല്ലാവരും വായിച്ചു നോക്കിയേ. കുറച്ച് ഇമ്പോർട്ടന്റ് എക്സ്ട്രാ പോയിന്റ് ആണ്. എന്തൊക്കെ പോയിന്റ് നമുക്ക് കൊടുത്തിട്ടില്ല നോക്കാം. മൺസൂൺ റീജിയൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഹൈ റെയിൻഫാൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലേബർ കീപ് ദിസ് റീജിയൻ ആസ് ആൻ ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചർ റീജിയൻ. ആ പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ മഴ കിട്ടുന്നത് കൊണ്ടും അതേപോലെ ഇഷ്ടം പോലെ തൊഴിലാളി ലഭ്യത ഉള്ളത് കൊണ്ടും തന്നെ ഈ മേഖല എന്തായി മാറി? നല്ലൊരു അഗ്രികൾച്ചറൽ മേഖലയായിട്ട് മാറി. നമുക്കറിയാം, ഒരു അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നല്ല വെള്ളം വേണം, അതേപോലെ ചെയ്യാൻ വേണ്ടി തൊഴിലാളികളും വേണം. ഈ രണ്ടും ഈ മേഖലയിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല എന്തായി മാറി? ഒരു കാർഷിക മേഖലയായിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. റൈസ് അല്ലെ, നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഷുഗർ കെയിൻ, കരിമ്പ് കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. ജൂട്ട്, ചണകൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. കോട്ടൺ, പരുത്തി കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. ടീ എന്ന് വെച്ചാൽ എന്താ? തേയില കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. കോഫി അല്ലെ, കാപ്പി കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ചെയ്യുന്ന രണ്ട് അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ഏതൊക്കെ ചോദിച്ചാല്, ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മൺസൂൺ കാലാവസ്ഥ മേഖലയിലെ ജനജീവിതത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം വന്നാൽ, ഹ്യൂമൻ ലൈഫ് ഇൻ ദി മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ എന്റെ മക്കൾ നിർബന്ധമായിട്ടും ഇത് എഴുതണം. എന്തൊക്കെ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നോക്കാം. ശ്രദ്ധിക്കുക. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് മൺസൂൺ കാലാവസ്ഥ മേഖല. ലോകത്തിലെ തന്നെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഏത്? മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ മേഖല ഒരു പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയും കൂടിയാണ്. ഒരു കാർഷിക കൃഷി, കൂടുതൽ ആളുകളും കൃഷി ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം അവിടെ എല്ലാവരും കൃഷിയിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഉയർന്ന മഴ ലഭ്യതയും ഇഷ്ടം പോലെ തൊഴിലാളി ലഭ്യതയും അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ തൊഴിലാളി ലഭ്യതയും ഈ മേഖലയെ പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ മേഖല പ്രധാനപ്പെട്ട കാർഷിക മേഖലയായി നിലനിർത്താൻ കാരണം 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഉയർന്ന മഴ ലഭ്യതയും. രണ്ടാമത്തെ എന്താണ്? തൊഴിലാളി ലഭ്യതയും. ഇനി നോക്കിയേ,
ഈ മേഖല ഇവിടെ കൃഷി ചെയ്യുന്ന വിളകൾ നമ്മൾ നേരത്തെ പഠിച്ചു. കരിമ്പ്, ചണം, പരുത്തി എല്ലാം നിങ്ങൾ പറഞ്ഞു അല്ലെ. ഈ എല്ലാ വിളകളെയും നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഉഷ്ണമേഖലാ വിളകൾ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്രോപ്സ്. മലയാളത്തിൽ ഉഷ്ണമേഖലാ വിളകൾ എന്ന് പറയുന്നു, ഇംഗ്ലീഷിലാണെങ്കിൽ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ അതിനെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ മക്കളെ. ഉയർന്ന മഴ, ഉയർന്ന ഈർപ്പം, ഉയർന്ന താപനില തുടങ്ങിയവ ഉഷ്ണമേഖലാ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലാവസ്ഥാ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിക്കുക. എന്തുകൊണ്ട്? ഇവിടെ ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട്, ഉയർന്ന താപനില എവിടെയുണ്ട്, ഉയർന്ന ഈർപ്പം എവിടെയുണ്ട്. ഇതൊക്കെയാണ് ഉഷ്ണമേഖലാ വിളകൾക്ക് അല്ലെ, മൺസൂൺ വിളകൾക്ക് അല്ലെ വേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉഷ്ണമേഖലാ വിളകൾ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? റെഡിയല്ലേ? ദെൻ നോക്കിയേ എന്നടുത്ത് നോക്കിയേ. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ലൈഫ്, മൺസൂൺ റീജിയനിലെ ഹ്യൂമൻ ലൈഫ് എങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ച് സ്പീഡായിട്ട് പോകണ്ടേ. മൺസൂൺ റീജിയൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഇൻ ദി വേൾഡ്. High rainfall and the availability of labor keep this region as an important agriculture region. The tropical crops like rice, sugarcane, jute, cotton, tea and coffee are cultivated here. There are mainly two types of farming system practiced in this region. The first type is intensive subsistence agriculture. Second one shifting cultivation. ഇവ രണ്ടും ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഗ്രികൾച്ചർ ഒരു സിസ്റ്റംസ് ആണ്. പ്രധാനപ്പെട്ട രണ്ട് കാർഷിക രീതികളാണ്. ഏതൊക്കെയാണ്? തീവ്ര ഉപജീവന കൃഷിയും അതേപോലെ സ്ഥാനമാറ്റ കൃഷിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം നമുക്ക് ക്ലിയർ ആയി. റെഡിയല്ലേ? ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നോക്കി, ഞാൻ ഇവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വേൾഡിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസ് എവിടെയൊക്കെയാണ് ഇത് ഈ ഒരു മേഖല കാണപ്പെടുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നോക്കിയേ നമുക്കറിയാം, നമ്മുടെ ശ്രദ്ധിക്കുക, സൗത്ത് അമേരിക്കയുടെ ഈ ഒരു പോർഷനിൽ എന്ത് കാണുന്നുണ്ട്? നമ്മുടെ ഈ മേഖല കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രൽ അമേരിക്കയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ആഫ്രിക്കയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മഡഗാസ്കർ ദ്വീപിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യ ചൈന ഭാഗത്തും നമുക്ക് ഈ മേഖല കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ മക്കളെ, ഈ ഒരു മാപ്പ് തരും. പരീക്ഷയ്ക്ക് ഈ ഒരു മാപ്പ് തന്നിട്ട് എന്റെ മക്കളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. ഇങ്ങനെ ഒരു മെത്തേഡുള്ള ക്വസ്റ്റ്യൻസും വരും. ഈ ഒരു ഭൂപടം തന്നിട്ട് ഇത് ഏത് കാലാവസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക എന്ന് നിങ്ങളോട് ചോദിക്കും അല്ലെ. ഇത് ഏത് കാലാവസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ക്ലൈമാറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനൊരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, നമുക്കറിയാം നമ്മുടെ മൺസൂണിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ നോക്കിയേ, ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഫുള്ള് ഷെയ്ഡ് ആയിട്ടുണ്ടാവും. വേറെ ഒരു ക്ലൈമാറ്റിക് റീജിയനിലും ഇന്ത്യ ഫുള്ള് ഷെയ്ഡ് ആയിട്ട് വരുന്നില്ല. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ മാത്രമാണ് ഇന്ത്യ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പ് നിങ്ങൾ ആദ്യം ഇന്ത്യയിലേക്ക് കണ്ണോടിക്കുക. ഇന്ത്യ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ഏത് കാലാവസ്ഥ മേഖലയായിരിക്കും? മൺസൂൺ കാലാവസ്ഥ മേഖലയാണ് എന്ന് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയായിരിക്കും: മൺസൂൺ കാലാവസ്ഥ മേഖലയിലെ ജനജീവിതത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ മേഖലയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? മൺസൂൺ കാലാവസ്ഥ മേഖലയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ തൊട്ട് ശേഷം അതിന്റെ മലയാളത്തിലുള്ള മലയാളത്തിലുള്ള മാപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതും കൂടി എന്റെ മക്കൾ മനസ്സിലാക്കാം. ദെൻ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ഈ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസ് ആർ കറക്റ്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് മൺസൂൺ കാലാവസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ അതിലുണ്ട്. എല്ലാം അതല്ല, പക്ഷെ ഏതോ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നാ ചോദിക്കും. 4 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി? മൺസൂൺ കാലാവസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്?
തെറ്റായത് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. This climatic region extend up to north and south of the equator. This climatic region extend up to 10 degree north and south of the equator. ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കുമായിട്ടാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിയോ തെറ്റോ എന്റെ മക്കളെ ഇപ്പൊ പറഞ്ഞ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഒരിക്കലും ഇതല്ല. ഇവിടെ ഈ 10 ഡിഗ്രി നോർത്തിലും 10 ഡിഗ്രി സൗത്തിലുമായിട്ട് ഏത് ക്ലൈമാറ്റിക് റീജിയൻ ആണുള്ളത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയാണ് ആ പ്രദേശത്തുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിന്റർ. അല്ലെ, ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ, ദീർഘവും ആർദ്രവുമായ വേനൽക്കാലവും ഹ്രസ്വവും വരണ്ടതുമായ ശൈത്യകാലം ഇവിടെ അനുഭവപ്പെടും. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ? ശരിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പാംപാസ് ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട്. പാംപാസ് പുൽമേടുകൾ ഇവിടെ കാണപ്പെടുന്നു. എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ പാംപാസ് എന്ന് പറഞ്ഞ ടേം? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് എവിടെ വരുന്നത് വെച്ചാൽ മക്കളെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിലാണ് വരുന്നത്. മിതോഷ്ണ പുൽമേടിൽ വരുന്ന ഒരു പോയിന്റ് ആണ് അത്. അടുത്ത് നോക്കിയേ. ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലെ ഇവിടെ കാണപ്പെടുന്നു. ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഏതാണ്? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് ആണ്. ശരിയല്ലേ? ഈ മേഖലയിൽ ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലേ കാണപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 2ഉം 4ഉം. ഓപ്ഷൻ 2ഉം 4ഉം എവിടെയാണ് വരുന്നത്? അപ്പൊ എ തെറ്റാണ്, സി തെറ്റാണ്, അല്ലെ, ഡി തെറ്റാണ്. പിന്നെ ഏതാ ആൻസർ? 2 and 4 ആർ കറക്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അരച്ച് കലക്കി കുടിക്കണം. ഏത് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നോട്ടെ അത് നേരിടാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾക്ക് ജോഗ്രഫി ക്ലാസ്സിൽ നിങ്ങളെ നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ ജോഗ്രഫി പഠിപ്പിക്കുന്ന അധ്യാപകനായ അനിൽ മാഷുണ്ട്. അതേപോലെ A+ ട്യൂഷൻ സെന്ററും നിങ്ങളുടെ കൂടെയുണ്ട്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? റെഡി അല്ലേ? അപ്പൊ നമ്മൾ ജോഗ്രഫിയിൽ ഫുള്ള് മാർക്ക് വാങ്ങുമല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ മക്കൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ, ബൈ.